നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് 4.5 ലക്ഷം പേരുണ്ട്? സെൻസസിലെ കണക്ക് എന്താണ്? നിയമസഭയിലെ മറുപടി എന്തായിരുന്നു? നിയമസഭയിലെ മറുപടി ഗവൺമെന്റ് പരിശോധിച്ചിട്ടല്ലേ? അത് ഭരണകക്ഷി MLA ചോദ്യത്തിന് തന്നെയാണ് അല്ലേ? ഭരണകക്ഷി MLAക്ക് മന്ത്രിമാർ കൊടുക്കുന്ന മറുപടിയിൽ നിന്ന് അവർക്ക് ഒളിച്ചോടാൻ സാധിക്കും. യാഥാർത്ഥ്യത്തിൽ നിന്ന് അവർക്ക് യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കാൻ സാധിക്കും. ഇത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ല. ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളവർക്ക് അത് നിഷേധിക്കാനുള്ളൊരു കുതന്ത്രമാണ്. പിന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചുള്ള ഈ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്ന പറയുന്നത്. സഹകരണ സംഘങ്ങൾ പൊതുവിൽ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സഹകരണ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ നിർബന്ധിച്ച് അവരുടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നവർക്ക് ഇത്ര ശതമാനം പൈസ അവിടെ നീക്കിയിരിപ്പുണ്ടാകണം എന്ന് ഫ്ലൂയിഡ് റിസോഴ്സ് നിബന്ധനയുണ്ട്. ഇത്ര ശതമാനം, 1 കോടി രൂപ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് കരുതൽ ധനമായിട്ട് ഇത്ര പൈസ സംഘങ്ങൾക്ക് നിക്ഷേപം ഉണ്ടായിരിക്കണം എന്ന നിബന്ധന നിലനിൽക്കെ ആ നിബന്ധന മറികടന്ന് സംഘങ്ങളുടെ സാമ്പത്തിക ഭദ്രത എതിർക്കുന്ന രൂപത്തിൽ, ഇല്ലാതാക്കുന്ന രൂപത്തിലാണ് ഗവൺമെൻറ് സഹകരണ സ്ഥാപനങ്ങളെ പിഴിഞ്ഞ് ഇപ്പോൾ പണം സ്വരൂപിക്കുന്നത്. ഉള്ളവരുടെ വിഷയത്തിൽ കോൺഗ്രസിന് ഒരു എതിർപ്പുണ്ടല്ലോ. സർക്കാരിന്റെ കണക്ക് നമ്മൾ അംഗീകരിക്കും. ഈ സർക്കാരിന്റെ ഈ കണക്കുകൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോമ്പർട്ട് ചെയ്ത് ഞങ്ങൾക്കിപ്പോ അതാണ് പറഞ്ഞത് നേരത്തെ നിയമസഭയിലെ മന്ത്രിമാര് പറഞ്ഞ കണക്ക് ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നവരുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ട്. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഞങ്ങളുടെ അറിവിലുള്ള ആളുകളുണ്ട്. ഞങ്ങളെ സമീപിക്കുന്ന, അവരുടെ ജീവൽ പ്രയാസങ്ങളുമായിട്ട് സമീപിക്കുന്നവരുണ്ട്. ഇപ്പോഴും രോഗികളുടെ കാര്യം പറഞ്ഞു. കേരളത്തിലെ എല്ലാ രോഗികൾക്കും ചികിത്സാ സൗകര്യം ഒരുക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എത്ര പേരാണ് ചികിത്സ ലഭിക്കാതെ പ്രയാസപ്പെട്ട് ഗുരുതരമായ രോഗം വരുന്നവർക്ക് എന്തെങ്കിലും സംരക്ഷണം കിട്ടുന്നുണ്ടോ? നാട്ടുകാരുണ്ടാക്കുന്ന ചികിത്സാ കമ്മിറ്റിയാണ് പലരും ആശ്രയിക്കുന്നത്. മുഴുവൻ രോഗികൾക്കും, പാവപ്പെട്ടവർ പ്രത്യേകിച്ച് വലയുകയാണ്, ചികിത്സാ വിഷയാർത്ഥം വലയുകയാണ്. എത്ര പേര് ഞങ്ങളെയൊക്കെ സമീപിക്കുന്നു? ജനപ്രതിനിധികൾ എത്ര കമ്മിറ്റികളുടെ രക്ഷാധികാരികളാണ്? ഞങ്ങളൊന്നും അധികം ജോലി ചെയ്യുന്നില്ല ആ കാര്യത്തിൽ. നാട്ടുകാർ പൈസ ഉണ്ടാക്കുകയാണ്, ഞങ്ങളെ രക്ഷാധികാരികളാക്കി ഞങ്ങളെ കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ തന്നെ പല കമ്മിറ്റികളുടെ രക്ഷാധികാരിയാണ്. ഞങ്ങൾക്കിപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കണക്കുകളുണ്ട്. തിരിച്ച് സർക്കാർ പറയുന്നത് തെറ്റാണ്. സെൻസസിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ നിയമസഭയിൽ കൊടുത്തൊരു മറുപടിയല്ല. അവര് കൃത്യമായിട്ടുണ്ട് കണക്ക് അവർ അവതരിപ്പിക്കുന്നു. അല്ല, സെൻസസ് ഞങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ, നിയമസഭയിലെ മറുപടി ഞങ്ങൾ ഉണ്ടാക്കിയതല്ലോ. സർക്കാരിന്റെ ഒരു പ്രോജക്റ്റിനെതിരെ ഒരു ബദൽ പറയാൻ കോൺഗ്രസിന് കഴിയുമോ തന്നെ ഞങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ തന്നെ അംഗീകരിച്ചു. സെൻസസിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് അവർക്ക് വാദിക്കാൻ പറ്റുമോ? നിയമസഭയിൽ അവരുടെ അഡ്മിറ്റഡ് ഫാക്ട് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്. സമ്മതിച്ച കാര്യങ്ങൾ പിന്നെ തെളിയിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞിടത്തോളം പ്രഖ്യാപിച്ചോ അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് പ്രഖ്യാപിച്ചോ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ കുറെ വലിയ പ്രഖ്യാപനങ്ങൾ വന്നല്ലോ. ഇതവരുടെ സ്ട്രാറ്റജിയാണല്ലോ. ആളുകളെ കുറെ വലിയ ഓർഡർ ഉണ്ടാകുന്നു, കുറെ പേർക്ക് വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ വരുന്നു. ഇതൊക്കെ കുറെ ആളുകളെ സ്വാധീനിക്കില്ല. അതിനെതിരെ കോൺഗ്രസിന്റെ സ്ട്രാറ്റജിയാണല്ലോ. ഇല്ലില്ല, ജനങ്ങൾ അത് കാപട്യം ശരിക്കും തിരിച്ചറിയും. ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരാളിപ്പോൾ ചോദിച്ചതായിട്ട് ഞങ്ങളെ യോഗത്തിൽ തന്നെ പറഞ്ഞു, ശബരിമലയിലെ പൈസ, സ്വർണത്തിൻ്റെ വലിയ പൈസ എടുത്തിട്ടാണോ എന്ന് ചോദിച്ച ആൾ തട്ടിപ്പാണെന്ന് ശരിക്കറിയാം. കൊടുക്കാനാണെങ്കിൽ ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കട്ടെ, മുൻകാല പ്രാബല്യത്തിൽ കൊടുക്കും. പ്രകടന പത്രികയിലെ വാഗ്ദാനം അനുസരിച്ച് ക്ഷേമ പദ്ധതികൾ 2500 ആക്കി നൽകാനാണ് പ്ലാനെങ്കിൽ ഇതിന് മുൻകാല പ്രാബല്യത്തിൽ കൊടുക്കും. DA കുടിശ്ശിക തീർത്തു കൊടുക്കും. റബ്ബറിൻ്റെ സബ്സിഡി, മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ആത്മാർത്ഥ കാര്യത്തിലുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പാർലമെന്റ് ഇലക്ഷന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നടത്തിയ നവകേരള സദസ്സിൽ അന്നത്തെ ഭരണകക്ഷിയുടെ MP-യാണ്, പാലായിലെ യോഗത്തിൽ തോമസ് ചാഴികാടൻ MP-യാണ് അന്ന് പറഞ്ഞത് റബ്ബർ സബ്സിഡി വർദ്ധിപ്പിക്കണം. അന്ന് മുഖ്യമന്ത്രി അതിനെ അവഗണിക്കുകയും ചാഴികാടനെ കളിയാക്കുകയും ചെയ്ത മുഖ്യമന്ത്രി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഒരു 20 രൂപ വർദ്ധിപ്പിക്കുന്നതിൻ്റെ
ആത്മാർത്ഥത ഇല്ലായ്മ ആളുകൾക്ക് നന്നായിട്ട് തിരിയും. നെല്ല് സംഭരണം പാടി അത് അവരോട് ചോദിക്കുക. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ ഈ കാര്യങ്ങളൊന്നും അത്ര മനസ്സിലാക്കാൻ തിരക്കുള്ളവരായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവർ നിലപാട് തിരുത്തുന്ന ഞങ്ങളതാണ്. അവർ ഈ വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. നടന്മാർ ഇത് വഞ്ചനയാണ്. നവംബർ 20 ശേഷമാണ് 3600 രൂപ കിട്ടുന്നത്. 1600 രൂപ കുടിശ്ശികയും 2000 രൂപ പുതിയത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷനിലേക്ക് ആളുകൾ പോകുന്നത്. അതൊരു വലിയ വെല്ലുവിളി അല്ല എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അല്ലല്ല, ജനങ്ങൾക്ക് ആർക്ക് വോട്ട് രേഖപ്പെടുത്തണം എന്നൊക്കെ നന്നായിട്ടറിയാം. അതുകൊണ്ടൊന്നും നിർമ്മാണ തൊഴിലാളിക്ക് 17 മാസമായി പെൻഷൻ. അതെ, നിർമ്മാണ തൊഴിലാളികളുടെ കാര്യം വിഷ്ണുനാഥ് തന്നെ നിയമസഭയിൽ കൊണ്ടുവന്നു. അവർക്ക് കൊടുക്കാനുള്ള അവർക്ക് മേടിച്ച പൈസ മേടിച്ച അംശാദായം മേടിച്ചവർക്ക് ക്ഷേമനിധിയുടെ ആനുകൂല്യം കല്യാണത്തിനും ആനുകൂല്യങ്ങളൊക്കെ കിട്ടാതെ 17 മാസം പെൻഷൻ. 17 മാസമായി പെൻഷൻ കൊടുത്തു നിർമ്മാണ തൊഴിലാളിക്ക്. ഡിഫറൻറ്റ്ലി ഏബിൾഡായിട്ട് കിട്ടുന്ന പെൻഷൻ വളരെ തുച്ഛമായ പെൻഷൻ 6 മാസമായിട്ട് പെൻഡിങ്. രോഗികളുടെ സഹായം. എന്നിട്ട് ഈ 10 കോടി ഇപ്പോൾ 1.25 കോടി രൂപയാണ് ഇന്നത്തെ പരിപാടിയുടെ ചെലവ്. ഈ സിനിമാ നടന്മാരെല്ലാം വരുന്ന പരിപാടി ആരുടെ ചെലവിലാന്ന് പോകുന്നു. ആളുകൾ ടാർഷീറ്റിൽ ടാർപാളിൻ ഷീറ്റിന് അടിയിൽ കിടക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടെന്ന് പറയുന്ന ആഘോഷത്തിനാണ് ഈ 2 കോടി 1.25 കോടിയൊക്കെ എടുത്തങ്ങ് ചെലവാക്കുക. ശരി. ബിജെപിയുടെ മുൻ സംസ്ഥാന വക്താവ് MS കുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ശ്രദ്ധിച്ചായിരുന്നു. അതായത് BJP നേതൃത്വത്തിലുള്ളവരെ സഹകരണ സംഘത്തിൽ അവരുടെ തന്നെ സഹകരണ സംഘത്തിൽ നിന്ന് പൈസ എടുത്തിട്ട് വായ്പ തിരിച്ചടയ്ക്കുന്നില്ല. ഒരു അനിൽകുമാർ എന്ന് പറയുന്ന കൗൺസിലർ നേരത്തെ ഭരിച്ചു. സമാനമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം കടന്നു പോകുന്നതാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ശരി, ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഗൗരവത്തിലെടുക്കേണ്ടതാണ്, ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. ചുമതലകളെ പാലിച്ചതാണ്. അത് എല്ലാവരും കൂടി കൂട്ടായിട്ട് ഏറ്റെടുക്കുക. അപ്പൊ കാത്തിരിപ്പ് ഒരിക്കലും തെറ്റില്ല. എല്ലാരും കരുതന്മാരല്ലേ. ഉച്ചവരെയുള്ള ഈ യോഗത്തിൽ ഇത്രയധികം ഭാരവാഹികൾ കേൾക്കാനും അവർ പറയുന്നത് കേൾക്കാനും പുതിയ എല്ലാ ഭാരവാഹികളും കേട്ടു. എല്ലാവരും പുതിയതെല്ലാവരും കേട്ടു. എനിക്ക് കുറഞ്ഞു പോയി എന്നാണ് അതിലെ പോസിറ്റീവ് കാണുന്നില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് KPCC ഇത്ര വനിതാ പ്രാതിനിധ്യം ഏറ്റവും ആദ്യമായിട്ടാണ് വനിതകൾ. നിങ്ങൾ ആരെങ്കിലും അത് പറയുന്നില്ല. ഏതാണ്ട് 10 പേരാണ് വനിതകളുള്ളത് KPCC. ഞങ്ങളെ കരുത്ത് വർദ്ധിക്കും. നമുക്ക് 33 സെൽസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് KPCCക്ക്. അതിനെല്ലാം ഒരാളെ ചുമതല കൊടുക്കണമെങ്കിൽ തന്നെ 33 ഇരുത്താൻ നോക്കല്ല. ശരി. ഇപ്പൊ നമ്മള് സർക്കാർ ഈ ചെയ്യേണ്ട പല കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നു. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഈ തട്ടിപ്പെന്ന് പറയുന്നത് അത് ശീലമാക്കിയവരെ ആണ് പറയുന്നതെന്നാണ്. അപ്പൊ ഉദ്ദേശിച്ചത് ഈ വയനാട്ടിലെ അത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന മകനെതിരെ അയച്ച നോട്ടീസ് ഉണ്ടല്ലോ, ED അയച്ച നോട്ടീസ്, വേറെ ആ നോട്ടീസ് ഇങ്ങനെ ആകാശത്തിൽ കറങ്ങണം. ചോദിക്കാൻ വന്നത് ഈ അതുപോലെ തന്നെ മകളുടെ കേസ് എന്തായി? ആരാ തട്ടിപ്പിന്റെ ആൾക്കാർ? ഞങ്ങളെ ആക്ഷേപിക്കണം. അല്ല, പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഈ വയനാട്ടിൽ വീടുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും കോൺഗ്രസിന്റെ നിങ്ങളെ നിരാശരാക്കില്ല. Thank you for watching.